ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം എൻ്റെ പേര് സെനേറ അൽഫോൺസ് എന്നാണ്. ഞാൻ പഠിക്കുന്നത് 3യിലാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ ഉണ്ടാകും. അത് നിങ്ങളൊന്ന് നോക്കണം, എന്നിട്ട് കമൻ്റ് ഒന്ന് ചെയ്യണം. അപ്പോൾ എല്ലാവരും സഹകരിച്ചൊക്കെ പോകണം കേട്ടോ. ഞങ്ങളെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ ആയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ അനിയൻ, അമ്മ, ഞാൻ, അച്ഛൻ അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ അനിയൻ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പമ്പൊക്കെ എടുത്ത് ഒറ്റക്ക് വീശി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ ഭയങ്കര കുരുത്തക്കേടുള്ളതാണ് കേട്ടോ. അവൻ കാതടച്ച് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവൻ കുറേ നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവൻ്റെ കളിയൊക്കെ കണ്ടിരുന്നു. പപ്പ പറഞ്ഞു നമുക്ക് പെരുന്നാളിന് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിന് പോയി. അപ്പോൾ നടക്കണ വഴി മൊത്തം ഈ ടോയ്സും അതും ഇതും എല്ലാം ഉണ്ട്. വള, മാല, കമ്മൽ. അങ്ങനെ അപ്പനോട് ഞാൻ പറഞ്ഞു ഇതൊക്കെ മേടിച്ചു തരാം അപ്പേ. അപ്പോൾ പറഞ്ഞു നമുക്ക് പോണ നേരം ആകുമ്പോഴേക്കും മേടിക്കാമല്ലോ, കടകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഞങ്ങൾ പെരുന്നാൾ പള്ളി നോക്കിയ എന്തൊരു ലൈറ്റ്സാണ്. അപ്പം ഞാൻ ആ പള്ളിയത്തെ ലൈറ്റ്സൊക്കെ കണ്ട് ആസ്വദിച്ചു. കൂടുതൽ ആസ്വദിച്ചത് ഞാൻ ഐസ്ക്രീം വണ്ടിയാണ്. ഐസ്ക്രീം വണ്ടി കുറേ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മേടിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വേണം. വെടിക്കെട്ടൊക്കെ അവിടെ തുടങ്ങി കേട്ടോ. പിന്നെ കീച്ചയും കടയിലൊക്കെ കയറി നോക്കി, പക്ഷെ ഒന്നും മേടിച്ചില്ല. പിന്നെ കുറേ പോണ വഴിക്കൊക്കെ ഈ ടോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഞാൻ മേടിക്കും. എന്തായാലും ഞാൻ ക്ലിപ്പും അതും ഇതൊക്കെയൊക്കെ തപ്പി ഇങ്ങനെ നടന്നു. അനിയൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ടോ ഗൈസ്. പിന്നെ ഞാൻ ഹൈഡ്രജൻ ബലൂൺസൊന്നും മേടിക്കാറില്ല, അനിയന് വേണ്ടിയിട്ടും മേടിക്കാറില്ല. പിന്നെ പോകണ വഴിക്കാണ് ഞങ്ങൾ ഈ ചട്ടിയും കാര്യങ്ങളൊക്കെ കണ്ടു. അമ്മ പറഞ്ഞു അവർ പണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് കിച്ചൺ സെറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ അതുപോലത്തെ ചട്ടിയിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് വെച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ നോക്കുമ്പോൾ മൺചട്ടി ഉണ്ടായിരുന്നു, ഗ്ലാസ് ഉണ്ടായിരുന്നു, ബുദ്ധൻ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ കാണാൻ. പിന്നെ അതിൽ നിന്ന് ഒരു ചട്ടി ഞങ്ങൾക്ക് കറി വെക്കാനായിട്ടൊക്കെ വീട്ടിലേക്ക് മേടിച്ചിട്ടോ. അങ്ങനെ അനിയനും അത് കണ്ടുകൊണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോണ വഴിയാണ് ഇത്. അനിയൻ തിരിച്ചൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ മേടിച്ച സാധനമാണ് ഈ സാധനം. പിന്നെ നമ്മൾ പോണ വഴി എല്ലാം തീർന്നു. ഭയങ്കര കഷ്ടമായിപ്പോയി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ സന്തോഷിച്ചു. പിന്നെ കുറേ ചേട്ടന്മാരും കുറേ ചേച്ചിമാരും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങൾ നല്ല രസമാണ്. തണുപ്പാലത്തൊക്കെ നല്ലോണം യൂസ്ഫുള്ളാകും. അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് കുഴിമന്തി മേടിക്കാനൊക്കെ കയറി. അപ്പോൾ ചേട്ടന്മാർ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഹിന്ദിയിലത്തെ ചേട്ടനായിരുന്നു, അതാണ് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. പിന്നെ പോണ വഴി നോക്കുമ്പോൾ റോഡിലൊക്കെ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിർത്തി.